ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലി ഭരിക്കുന്ന മുഖ്യമന്ത്രി രാജ്യചരിത്രത്തിൽ ആദ്യമായി തന്നെ അഴിമതി ഈ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുകയും തീഹാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇ ഡി പിടിമുറുക്കുന്ന കരവന്നൂർ അടക്കമുള്ള സഹകരണ മേഖലയിലാണ്. കേരളത്തിൽ കരവന്നൂരിലേക്ക് ഇ ഡി എത്തുമ്പോൾ ആ ഇ ഡി നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിബേറ്റിൽ പരിശോധിക്കുന്നത്. ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കെ വി രാജശേഖരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ബി.ജെ.പി സഹയാത്രികൻ ശരത്, കോൺഗ്രസ് നേതാവ് ഫൈസൽ കുളപ്പാടം തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ കെ വി രാജശേഖറിലേക്ക് പോവുകയാണ്. കരുവന്നൂരിൽ ഇപ്പോൾ നടക്കുന്ന നീക്കം, അതായത് സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ സി പി എമ്മിന് 5 അക്കൗണ്ടുകൾ കൂടി നടന്ന ആ പണം ഇടപാടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പ് സംബന്ധമായ കാര്യങ്ങൾ, ഇതിലെല്ലാം ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടത് 17ഓളം സഹകരണ ബാങ്കുകളിലേക്ക് അവരുടെ അന്വേഷണം നീളുന്നു എന്ന് പറയുമ്പോൾ ഇത് വെറും ഒരു കരുവന്നൂരിൽ ഒതുങ്ങുമോ? കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത സമയങ്ങളിൽ 2 തവണ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ബി.ജെ.പിയുടെ ബൂത്ത് പ്രവർത്തകരുമായി സംവേദിക്കുമ്പോഴും പറഞ്ഞത്, അതായത് കരുവന്നൂരിൽ തുടക്കം കുറിച്ചുകൊണ്ട് നേരെ കടന്നു ചെല്ലുന്നത് ക്ലിഫ് ഹൗസിലേക്കാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ചോദ്യം കെ വി രാജശേഖരനോടാണ്. താങ്കൾക്ക് എങ്ങനെ അത് തോന്നുന്നു? ഈ കരുവന്നൂർ വെറും ഒരു തുടക്കം മാത്രമാണോ? ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കൊക്കെ അപ്പുറമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വതന്ത്ര സംവിധാനം, അത് നടത്തുന്ന അന്വേഷണങ്ങളുടെ ഫലമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് അഴിമതിക്കെതിരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കുരിശ് യുദ്ധത്തിന്റെ യാതൊരു വളർച്ചകെട്ടുമില്ലാത്ത പ്രഖ്യാപനം കൂടിയാണ്. ഇവിടെ പക്ഷപാതമില്ല. ഇവിടെ ഒരേ ഒരു ലക്ഷ്യം, അഴിമതിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അഴിമതി പല തലങ്ങളിലേക്ക് അതിന്റെ പ്രഭാവം വളർത്തുന്നു. ഇപ്പൊ കരുവന്നൂർ സഹകരണ ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ കണ്ട കാര്യം, പാവപ്പെട്ട പട്ടിണിക്കാരൻ, അതുപോലെ പെൻഷനാകുന്ന ആളുകള്, ഇവരൊക്കെ വിശ്വസിച്ച് തന്റെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ഏൽപ്പിക്കുന്ന പണം അത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ചിലര് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അതേ കൂട്ടർക്ക് തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കൈക്കൂലിയും കള്ളക്കടത്തും കള്ളപ്പണവും ഒക്കെ ആയിട്ട് അവര് സമ്പാദിച്ച പണം പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലമായിട്ട് സഹകരണ ബാങ്കുകൾ ഉപയോഗിക്കുന്നു. അവിടെ പാർക്ക് ചെയ്യുന്ന, അവിടെ സൂക്ഷിക്കുന്ന പണം വീണ്ടും തെറ്റായ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു പരിധിവരെ രാജ്യദ്രോഹത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾക്ക് വരെ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ കാണുമ്പം അത് തടയുവാൻ ബാധ്യതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു ഭരണ സംവിധാനം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എഫക്റ്റീവായിട്ട് ഇടപെടുന്നു. അവിടെ സ്വാഭാവികമായിട്ടും ചില കാലതാമസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം ഇടപെടുന്നത്. അത് തീർച്ചയായും കരുവന്നൂരെ മാത്രമല്ല, അങ്ങ് പറഞ്ഞ 17 സഹകരണ ബാങ്കുകളിലെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹകരണ ബാങ്കുകളിലൂടെ നടക്കുന്ന തട്ടിപ്പിനും വെട്ടിപ്പിനും പണം വേണ്ടാത്ത തരത്തിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾക്കുൾപ്പെടെ ചെലവഴിക്കുന്ന ആ ഇടപാടുകൾക്ക് വരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും അതൊരു പക്ഷേ ഈ ഇലക്ഷനും കഴിഞ്ഞ് ഉള്ള ഘട്ടത്തിലായിരിക്കും കൂടുതൽ ശക്തമാവുക എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയുവാനുള്ളത്. ശ്രീ ഫൈസൽ കുളപ്പാടം, ഇവിടെ നിങ്ങൾ ഒരു വലിയ സമരത്തിലാണ്. ദില്ലി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലാണ്. ഇതിന് വലിയ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യകുംഭകോണം പുറത്തു കൊണ്ടുവന്നത് ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ്. അവരാണ് അത് ആദ്യമായി പുറത്തു കൊണ്ടിരുന്നതും. ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞതും കോൺഗ്രസ് ആയിരുന്നു. പിന്നീട്
ഇപ്പോൾ നാം കാണുന്ന കാഴ്ച ഒരുപക്ഷെ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന പാർട്ടി എന്ന നിലയിലായിരിക്കണം കേജ്രിവാൾ നിങ്ങൾ പിന്തുണ നൽകുന്നുണ്ട്. ഇവിടെ കരുവന്നൂരേക്ക് ഇടി എത്തുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ നിശബ്ദത കാണുന്നു. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു വലിയ നിശബ്ദത? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള കുരിശു യുദ്ധം നരേന്ദ്രമോദി നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് പുച്ഛിച്ച് തള്ളുവാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികൾ, ആ പ്രതിപക്ഷ പാർട്ടികളെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ആ വിധത്തിലെല്ലാം ദ്രോഹിച്ചുകൊണ്ട് ഒരു തരത്തിലും ഒരു എതിർ ശബ്ദം ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് ഞാനല്ല പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത സമയത്ത് തന്നെ സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി ഉജ്ജൽ ഫുയാൻ ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ ഈ രാജ്യത്ത് അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നീതിയുക്തമായി വേണം കാര്യങ്ങൾ നടത്തേണ്ടത്. അതിന് വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് PMLA ആക്ട് പ്രകാരം നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹമാണ് ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ കെജ്രിവാളിന്റെ കാര്യം ഇന്നലെ ചർച്ച ചെയ്തതാണ്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാര്യം പറയുകയാണ്. അതിനകത്ത് ഉള്ള കാര്യം എങ്ങനെ കെജ്രിവാളിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ള കാര്യവും, ഇലക്ട്രൽ ബോണ്ടിൽ ഈ മാപ്പ് സാക്ഷിയാക്കിയ വ്യക്തി 60 കോടി രൂപ അദ്ദേഹത്തിന്റെ സമാന്തരമായിട്ടുള്ള 2 കമ്പനികൾ ഉൾപ്പെടെ 3 കമ്പനി ചേർന്നുകൊണ്ട് 60 കോടി രൂപ കൊടുത്തു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതി വെളിയിൽ വരില്ല എന്നുള്ള കാര്യവുമായിട്ടായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷെ അത് വെളിയിൽ വന്നതോടുകൂടിയാണ് ഇത് ആസൂത്രിതമായി നടക്കുന്ന ഒരു കൊള്ളയാണ്, അവർക്കെതിരെ ആര് ശബ്ദിച്ചു കഴിഞ്ഞാലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ വേണ്ടി നടക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ എടുത്ത നടപടി, രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകളോളം, സോണിയാഗാന്ധിയെ ഒരു കാര്യവുമില്ലാതെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത സമീപനം, അതോടൊപ്പം തന്നെ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്, P ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്, ഇപ്പോൾ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തത്, കവിതയെ അറസ്റ്റ് ചെയ്തത്, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ അത് അവർക്കൊരു പിടിച്ചു വെപ്പ് പോലെ ഒരു സ്ലോ സമീപനവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിങ്ങൾക്കറിയില്ലേ, അത് സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസാണെന്ന് പറയുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് പ്രസംഗിക്കുന്നത് എന്ന് ആലോചിക്കണം. പക്ഷേ അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, കരുവന്നൂർ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ തട്ടിപ്പ് നടന്നു എന്ന് CPM-കാര് പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. PK ബിജു MP ആണ് ആ അന്വേഷണ കമ്മീഷൻ. കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ PK ബിജുവിനെ അന്വേഷണം ഏൽപ്പിച്ചുകൊണ്ട് അവസാനം PK ബിജുവിന് പോലും നോട്ടീസ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ED നോട്ടീസ് കൊടുക്കുമ്പോൾ, നമ്മൾ ഈ ഓണക്കാലത്ത് ചില മത്സരങ്ങൾ നടത്തും, ഈ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ എന്ന് പറഞ്ഞ മത്സരം, അതുപോലെ പൊട്ട് തൊട്ട് വിടുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലോട്ട് വരുമ്പോൾ EDക്ക് ഉണ്ടാകുന്നത്. കാര്യം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP-യും CPM-ഉമായി ബന്ധപ്പെട്ട് വലിയ ഒരു അന്തർധാര രൂപപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റിയാസ് മൗലവി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആ 3 RSS-കാരെ ആ കോടതി വെറുതെ വിട്ടതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച. ആ വീഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിണറായി വിജയൻ അലനും താഹായും എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ, ആ 2 ചെറുപ്പക്കാർ വീട്ടിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന ഏതോ പേപ്പറിനകത്ത് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPM-കാരായിട്ടുള്ള ആ 2 ചെറുപ്പക്കാരെ മാസങ്ങളോളം അഴിക്കുള്ളിൽ ആക്കിയ പിണറായി വിജയൻ ഇവിടെ ഈ റിയാസ് മൗലവിയുടെ കേസുമായി ബന്ധപ്പെട്ട് UAPA എടുക്കാത്തതിന് വിചിത്രമായിട്ടുള്ള ന്യായമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ശ്രീ ഫൈസൽ കുളപ്പാടം അവിടെ എന്റെ ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യഥേഷ്ടം ആയുധങ്ങളുണ്ട്. നിങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള ഒരു പാർട്ടി. അതായത് ഒരു സംസ്ഥാന ഭരണകൂടം, തൊടുന്നിടത്തെല്ലാം പിഴച്ചു നിൽക്കുന്ന സംസ്ഥാന ഭരണകൂടം, അനവധി അഴിമതിയിൽ പെട്ടുകിടക്കുന്ന ഭരണകൂടം, അവിടെയാണ് കരുവന്നൂരിലേക്ക് ED എത്തുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബിജുവിനടക്കം നോട്ടീസ് നൽകുന്നു. പക്ഷെ ഇവിടെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും നിങ്ങൾക്കത് പ്രയോഗിക്കാൻ കഴിയാതെ പോകുന്നത്? നിങ്ങൾ ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കാര്യം,
കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തൃശ്ശൂര് സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങളുമായിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. ഓരോ ദിവസവും ഈ കേസ് തലനാരിഴ കീറി മുറിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കുള്ള ആക്ഷേപം എന്തുവാണ്? നരേന്ദ്രമോദി ഒരു വിഭജനം, അതായത് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ അവർക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ സഡൻ ആക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-കാർ പോലും സമ്മതിക്കുന്നത് 100 കോടിയിലധികം രൂപയുടെ തിരിമറി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ED കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നത് 300 കോടി രൂപയുടെ അഴിമതി അവിടെ തിരിമറി ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സായി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അമ്മ, ആ അമ്മ അവിടെ അപേക്ഷ കൊടുക്കുകയാണ്, ബാങ്കിൽ ലോണിനായി അപേക്ഷ കൊടുക്കുകയാണ്. അവിടെ അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ കോപ്പികൾ പകർപ്പ് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് 1 വർഷം കഴിഞ്ഞ് ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് അവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു, വഞ്ചിതയായിരിക്കുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. അതേപോലെ ഒരാളുടെ കാര്യം കൂടെ, അനുഭവം കൂടെ പറയും. ഓട്ടോ ഓടിക്കുന്ന ഒരു രാജു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം CPM അനുഭാവികളാണ്. ചെങ്കൊടി മാത്രം നെഞ്ചിലേറ്റി മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. ആ രാജു എന്ന് പറയുന്ന അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ 3 സെന്റ് വെച്ചുകൊണ്ട് 50 ലക്ഷം രൂപ എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഈ വിഷയം വെളിയിൽ വരുന്നത്. 3 തരത്തിലാണ് ആ ബാങ്കിൽ നിന്നും തിരിമറി നടത്തിയിട്ടുള്ളത്. ശ്രീ ഫൈസൽ കുളപ്പാട് ഞാൻ ഇടപെടുകയാണ്, പറയൂ. ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും പ്രഥമ ദൃഷ്ടിയാൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും KC മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇതിനകത്ത് പ്രതിയാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ED തലോടുന്ന സമീപനവുമായിട്ട് മുന്നോട്ട് വന്ന് അവിടെ ഒരു പൊട്ടുകുത്തി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു കോലാഹലമല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തി മുന്നോട്ട് പോയതാണ്. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ, മകളുടെ അക്കൗണ്ടിൽ, എക്സാലോജിക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ പൈസ മാസപ്പടി ഓരോ മാസവും വാങ്ങിക്കുന്നു. ED എന്ത് നടപടിയെടുത്തു? വ്യക്തമായി തന്നെ അതിനകത്ത് ഓരോ പൗരന്മാർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ 1,72,00,000. അല്ല, അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എത്ര വർഷമായി അന്വേഷണം തുടങ്ങിയിട്ട്? ഇവിടെ പറയുന്ന കുരിശ് യുദ്ധം എന്ന് പറയുന്നു, മോദി നടത്തുന്ന കുരിശ് യുദ്ധം. മോദിക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന കുരിശ് യുദ്ധമാണ് മോദി നടത്തുന്നത്. അല്ലാതെ ഇവിടെ പിണറായി വിജയൻ മോദിയെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന ആ പിണറായി വിജയനെതിരെ എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ കോഴയിടപാടുമായി ബന്ധപ്പെട്ട്, ലൈഫ് മിഷൻ, അത് ഏറ്റവും വലിയ വിഷയമല്ലേ ലൈഫ് മിഷൻ. അവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ കുറ്റകരമായി ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ചെയർമാനായിട്ടുള്ള, ലൈഫ് മിഷന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഒരു മൊഴിയെടുക്കാൻ പോലും ED വിളിച്ചിട്ടില്ല. ഒരു അഭിപ്രായം പോലും മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചിട്ടില്ല. അതാണ് പറയുന്നത്, ഇത് ലജ്ജാകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. മോദിക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ മാത്രം ഒരു സമീപനവുമായി വരികയും ഇവിടെ കേരളത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോയതായിരുന്നു. ഇപ്പോൾ ഈ കരിവന്നൂറുമായി ബന്ധപ്പെട്ട് എത്രയോ നാളായി ഈ അന്വേഷണം നടത്തിയിട്ട്. എവിടെ എത്തി അന്വേഷണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ആളുകളെ എല്ലാം ഒന്ന് കളിയാക്കി വിടാം, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരു പുകമറ സൃഷ്ടിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ഈ അന്വേഷണം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലോട്ടോ നേതാക്കന്മാരിലേക്കോ ഒന്നും തന്നെ പോകില്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശ്രീ ശരത്ത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞ ഫൈസൽ കുളപ്പാടം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്ന് ജനത്തിന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകും. കാരണം ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസൊക്കെ വളരെ കാലമായി തന്നെ ED അന്വേഷിക്കുന്നതാണ്. അത് ഇടയ്ക്ക് അതിന് ആളുകൾ തന്നെ ചോദിച്ചു തുടങ്ങി, ഇത് എവിടെ ആവിയായി പോയോ എന്ന് ചോദിക്കുന്നു. ഒരുപക്ഷെ എക്സാലോജിക്കൊക്കെ പുതിയതായിട്ട് തന്നെയാണ് ED ഏറ്റെടുത്തത്. അത് അത്യാവശ്യം ദിവസങ്ങളായിട്ടില്ല ആ കേസുകൾ വരുന്നത്. കരവന്നൂരിൽ അത് കുറച്ചുകൂടി പിടിമുറുക്കുന്നു. ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. അദ്ദേഹം ഉയർത്തിയത് ഒരു വലിയ ആരോപണം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ കൊണ്ടുവരിക ഒരു ലൈഫ് മിഷൻ അടക്കം, അതായത് ഇന്നൊരു പുകമറ കൊണ്ടുവരിക, ആ പുകമറ കൊണ്ടിട്ട് ഒരു സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ആദ്യമേ തന്നെ ശ്രീ ഫൈസൽ കുളപ്പാടം ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു.
ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പിണറായി വിജയനെയോ CPM എന്ന് പറയുന്ന പാർട്ടിയോ സംരക്ഷിച്ച് നിർത്തിയിട്ട് BJPക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ എന്ത് ലാഭമാണുള്ളത്? അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു ദേശീയ നേതാവിനെതിരെ യാതൊരു രീതിയിലുള്ള ഭയവുമില്ലാതെ നടപടിയെടുക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുമെങ്കിൽ പിണറായി വിജയനെതിരെ നടപടിയെടുക്കാൻ എന്ത് മടി തോന്നണം? ഒരു ചോദ്യമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പഞ്ചാബിലാണെങ്കിലും അതുപോലെ ഡൽഹിയിലാണെങ്കിലും നോർത്തിൽ പല ഭാഗങ്ങളിലാണെങ്കിലും സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്നെങ്കിലും പറയാം. ഇവിടെ ഒരു കനലൊരു തരിയായിട്ട് ഒരു മൂലയെ കിടക്കുന്ന കേരളത്തിലെ CPM-നെയോ അതിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ എന്തിന് നമ്മുടെ നരേന്ദ്രമോദി സംരക്ഷിക്കണം? കേരളത്തിൽ എന്തെങ്കിലും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ നീക്കുപോക്കിനോ ആ വേണ്ടിയാണോ ചോദ്യം എന്നൊക്കെ തന്നെ ഞാൻ വേണമെങ്കിൽ കോൺഗ്രസ് ചോദിച്ചത്. ആ ചോദ്യം തന്നെയാണ് പറഞ്ഞോട്ടെ ഞാൻ സഹോദരൻ. ചോദിച്ചത്. ആ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ ഉത്തരം പറയേണ്ടത് ഇദ്ദേഹമാണ്. ആ ഉത്തരം ആ പറയേണ്ടത്. ആ ശരത്ത് അത് ഉത്തരം പറയുന്നതിന് പകരം അത് പൂർത്തിയാക്കട്ടെ, തന്നെ പറയൂ. തിരിച്ച് പറഞ്ഞോട്ടെ ചോദിക്കുകയും ചെയ്തു. പറഞ്ഞോട്ടെ സഹോദരൻ പറഞ്ഞപ്പോ ഞാൻ നിശബ്ദനായിട്ടാണ് ഇരുന്നത്. ഒന്ന് പറയുന്നത് കേൾക്കുക. താങ്കൾക്ക് എതിർവാദം ഉണ്ടെങ്കിൽ പറയാം. അതാണല്ലോ ജനാധിപത്യത്തിന്റെ മര്യാദ. നിങ്ങളല്ലേ ഈ ഫാസിസത്തിനെതിരെയൊക്കെ പോരാടുന്നവർ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഫാസിസം കാണിക്കാതിരിക്കും. ശരത്ത്, ഇവിടെ ഈ ഫൈസൽ കുളപ്പാടം പറഞ്ഞ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്ന് ജനത്തിന് മനസ്സിലാകും. കാരണം നിങ്ങൾ ഈ കേജ്രിവാളിനെ പിടിച്ച് അകത്തിടാൻ കാണിച്ച ഒരു ധൃതി എന്തുകൊണ്ട് പിണറായി വിജയനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാണ്, ശരത്ത് പറഞ്ഞത് ശരിയാണ്. കേജ്രിവാളിനെ പൊക്കി അകത്തിട്ടു, പഞ്ചാബ് ആം ആദ്മി ഭരിക്കുന്നു, CPM അത്രയൊന്നും ഇല്ല, വളരെ ചെറിയൊരു പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഗോൾഡ്, അതായത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഒക്കെ വിഷയം ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായി. പിന്നീട് അതിനെക്കുറിച്ച് നമ്മളൊന്നും കേട്ടതുമില്ല. അതിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല കാര്യങ്ങൾ. എക്സാലോജിക്കിനെതിരെ ഒരു അന്വേഷണ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കരിവന്നൂരിലേക്കും അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നീങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ കേരളം പോലെ ബാലികേറാമലയായ BJP-യെ സംബന്ധിച്ച് ബാലികേറാമല ഒരു സംസ്ഥാനത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡീലിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷിക്കുന്നതിന് എന്ത് മറുപടിയാണ് ശരത്തിന് നൽകാനുള്ളത്? ഇപ്പോ കേരളത്തില് BJP രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇത്രയധികം വർഷമായി. 2016 നിയമനിയോജക മണ്ഡലത്തിൽ അവർക്ക് ആദ്യമായിട്ട് ഒരു സീറ്റ് ലഭിക്കുന്നത്. അതിനു മുമ്പോ അതിന് ശേഷമോ ആ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഡീല് നിലവിലെ ഭരണമുന്നണിയുമായിട്ട് BJP നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP മാറേണ്ട കാലം കഴിഞ്ഞേനെ. തങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുക, ജനങ്ങൾ നൽകുന്ന വോട്ട് അനുസരിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലെ ഘട്ടം ഘട്ടമായി ഉയർന്നു വരിക എന്നൊരു നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും BJP സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തന്നെ ഈ ഒരു ഐഡിയോളജി വെച്ച് തന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു, അവർക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണോ അത് അവരുമായി ചർച്ച ചെയ്യുന്നു, അവരുടെ വിശ്വാസം സമ്പാദിക്കുന്നു, ഞങ്ങൾ വോട്ട് നേടാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ കുറച്ചധികം ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കണം എന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു ഡീല് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എവിടെയാണ് കടന്നു വരുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തെയോ മുഴുവനായിട്ട് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നതാണോ ഈ ഡീലായിട്ട് അവർ കണക്കാക്കുന്നത് എന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത്. അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി അവരുടെ കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. അവർക്ക് അതിൻ്റെതായ സമയമെടുക്കും. ഇപ്പോ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ പിടികൂടിയേ പറ്റൂ എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമെങ്കിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ അതൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ മുന്നണികൾ അടക്കം അലറി വിളിക്കുന്ന ഒരൊറ്റ പോയിന്റ് പറഞ്ഞാണ് ഇന്ത്യ മുന്നണിയെ പിളർത്താൻ ശ്രമിക്കുന്നു, ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്തുന്നു എന്നതൊക്കെയാണ് അവരുടെ ഒരു ക്യാമ്പയിൻ. പിണറായി വിജയനെ പിടികൂടാത്തതിന് ഇവർ പറയുന്ന ക്യാമ്പയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി പിണറായി വിജയനെ പിടികൂടിയിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കേന്ദ്രത്തിൽ പോയി പാവപ്പെട്ട പിണറായി വിജയനെ ഒറ്റപ്പെടുത്തുന്നു, പിണറായി വിജയനെ ഏകാധിപതിയായ മോദി പിടിച്ച് തുറങ്കിലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സമരം നടത്തുമെന്നുള്ളതും അറിയില്ല. അത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യത്തിലിരിക്കുന്ന ദേശീയ തലത്തിൽ അവർക്കൊരു മുന്നേറ്റത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള പാർട്ടിയുടെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുമ്പോൾ അത് മോദിയുടെ ഫാസിസവും, അതേ സമയത്ത് കേരളത്തിൽ അവർ ഓപ്പോസിറ്റ് നിന്ന് മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാവായ പിണറായി വിജയനെ പിടിക്കാതിരിക്കുമ്പോൾ അത് മോദിയുടെ അഡ്ജസ്റ്റ്മെന്റും ആവുന്നതിലെ രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശ്രീ ഫൈസൽ കുളപ്പാടം, ഇപ്പൊ BJP പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധം തന്നെയാണ് EDയുടെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ. അതിൽ നിങ്ങളൊരു നിശബ്ദത പാലിക്കുകയും കേജ്രിവാളിന് അനുകൂലമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായി BJP ഉയർത്തുന്നത് ഈ പിണറായി വിജയനിലേക്ക് നീങ്ങിയാലും നിങ്ങൾ ഇത് തന്നെ പറയും ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ശ്രമമാണ്, അതുകൊണ്ടായിരിക്കാം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM എന്നതുകൊണ്ടാണോ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിശബ്ദത പാലിക്കുന്നത് ഇപ്പോൾ?
ഈ കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും രാഹുൽ ഗാന്ധിയെയും മറ്റും അതും ഈ പിണറായി വിജയനെയും തമ്മിൽ ഒരു ത്രാസിൽ തൂക്കരുത്. പകല് പോലെ ഈ കരുവന്നൂർ തട്ടിപ്പ് നടന്നു എന്ന് CPM-കാരും സമ്മതിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അപ്പോൾ സമാനമായ നിലയിലുള്ള തട്ടിപ്പുകൾ വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്നു. അന്നേരം ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ BJP-യെ ശക്തമായി എതിരിടുന്ന ഏതെങ്കിലും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ എപ്പം വിലങ്ങ് വെച്ച് ഈ തീഹാർ ജയിലിലോട്ടോ മറ്റേതെങ്കിലും ജയിലിലോട്ടോ മാറ്റുന്നതിന് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് 400 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന്. ഇതൊരു വലിയൊരു സ്ട്രാറ്റജി, അതായത് ജനങ്ങളെ പറ്റിപ്പിക്കുവാൻ വേണ്ടി ഓരോ കള്ളത്തരങ്ങൾ സ്ഥിരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 400 സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വരുമെന്ന്. നമുക്കറിയാം, ഇവിടെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് അമ്പലം പണിഞ്ഞു, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു രീതിയിൽ വികസന കാര്യങ്ങൾ പറയാതെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും ചൈനയെന്നും അമ്പലമെന്നും പള്ളിയെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വികസന കാര്യങ്ങൾ പറയാതെ വോട്ട് ചോദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. മോദി എന്തുവാ ഗ്യാരണ്ടി പറഞ്ഞത്? 2 കോടി യുവാക്കൾക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? 15 ലക്ഷം രൂപ സാധാരണക്കാരന്റെ അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? 50 രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുക്കുമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പാചകവാതക വില വർധനയും അതുപോലെ തന്നെ ഈ പറയുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില കഴിഞ്ഞ 22 മാസക്കാലം ഈ ഫെവിക്കോളിൽ ആന വന്ന് വലിച്ചാലും മാറാത്ത രീതിയിൽ നിന്ന് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് 2 രൂപ കുറച്ച് ആളുകളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ ന്യായീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾ നടത്തിയിട്ടുള്ള ഒരു ഭരണം ഇന്ന് വരെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ നിങ്ങളുടെ അവസരത്തിലല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഇടപെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാം. ഞാൻ ശ്രീ KV രാജശേഖരൻ താങ്കളിലേക്ക് വരാം. സംസാരിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയാം. നിങ്ങൾക്ക് പറയാൻ അവസരം ഉണ്ടല്ലോ. അല്ല, ശ്രീ KV രാജശേഖരൻ താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഉണ്ടാകും. ഈ കരുവന്നൂർ ഈ പറഞ്ഞ കുരിശുയുദ്ധം, മോദിയുടെ കുരിശുയുദ്ധം, മോദിക്കെതിരെ നിൽക്കുന്ന ചില നേതാക്കന്മാരോടും ഇന്ത്യ മുന്നണിയിലെ മോദിയെ എതിർക്കുന്ന ചില ആളുകളോടും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അത് എന്തുകൊണ്ട് ഞാൻ എണ്ണി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഉണ്ടോ? ലൈഫ് മിഷൻ കോഴ ഇടപാടില് ഈ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. അതിന്റെ ചെയർമാനായിട്ടുള്ള പിണറായി വിജയനെതിരെ ഒരു കേസെടുക്കുന്ന പോട്ട് ഒരു മൊഴി എടുക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലയോ? അത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടാമതായിട്ട് പിന്നെ സ്വർണ്ണക്കടത്ത് നടത്തിയ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പ്രധാനമന്ത്രി വന്ന് പറയുന്നത് എന്ത് നടപടി അവിടെ എടുത്തു? മകളുടെ അക്കൗണ്ടിലേക്ക് 1,72,00,000 രൂപ വന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അന്വേഷണം നടക്കുന്നു. എന്ത് നടപടി അതുമായി ബന്ധപ്പെട്ടെടുത്ത്? കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുത്തു? ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായി തന്നെ ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് പോയി, വളരെ അർജന്റായിട്ട് തൃശ്ശൂര് പോയി അവിടെയുള്ള ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടി നേതൃത്വങ്ങളെ എല്ലാം കൃത്യമായി കണ്ടു. അപ്പോൾ കണ്ടെന്ന് പറയുമ്പോൾ BJP-യും CPM-ഉമായിട്ട് ഒരു അന്തർധാര ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തെറ്റിദ്ധരിക്കാൻ പറ്റത്തില്ല. അതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നമുക്കറിയാം BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കുഴൽപ്പണം ആരോപണമല്ല, അത് വ്യക്തമായി അവിടെ പിടിച്ചിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ ഏതെങ്കിലും നടപടി എടുത്തോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSS-ഉമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്നും RSS-ന്റെ ആളുകളെ തന്ത്രപൂർവം ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെയും മകളെയും മരുമകനെയും ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്നത്. പിണറായി വിജയന്റെ പാർട്ടിക്കാരെ സംരക്ഷിച്ചു നിർത്തി താങ്കളിലേക്ക് വരാം. ശ്രീ KV രാജശേഖരൻ പറയൂ, തുടരൂ. കോൺഗ്രസിനെ സംബന്ധിച്ച്
ഹലോ, നമ്മുടെ സമയം ഡ്യൂറേഷൻ ആവാറായിട്ടുണ്ട്. ആ, പെട്ടെന്ന് ഫൈസൽ മനസ്സിലായി. കുളപ്പാടം പെട്ടെന്ന് അല്ല, പറഞ്ഞ് അവസാനിപ്പിക്കും. കോൺഗ്രസിനെ പെട്ടെന്ന്. സംബന്ധിച്ച് ഞാൻ അവസാനിപ്പിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് BJP-യുമായിട്ട് ശക്തമായി അവരുടെ ആശയപരമായിട്ട് അവർക്കെതിരെയുള്ള പോരാട്ടം, അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിപ്പോകുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ നേമത്ത് ആയിരുന്നല്ലോ അവർക്ക് ഒരു ചെറിയ തരി ഉണ്ടായിരുന്നത്. ആ തരി എങ്ങനെയാണ് കെടുത്തിക്കളഞ്ഞത്? മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടല്ലയോ ആ തരി കെട്ടുപോയത്? അപ്പോൾ BJP-ക്കെതിരെ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് കൃത്യമായി പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശരി, ഞാൻ പുറമേ താങ്കളുടെ പറയാം. നമ്മുടെ സമയം അവസാനിക്കാറായിരിക്കും. ഞാൻ KV രാജശേഖരനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. KV രാജശേഖരൻ, ഇവിടെ ഇപ്പോൾ ഈ ഫൈസൽ കുളപ്പാടൻ പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും എടുത്തു കാണിക്കാത്തത് കൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇപ്പോൾ കരുവന്നൂരിൽ നടക്കുന്ന നാടകങ്ങളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് മറുപടി? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയാം. നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു മറുപടി പറയണം എന്ന് തന്നെ പറയുന്നു. ഫൈസൽ കുളപ്പാടത്തിന്റെ ആ വാക്കുകൾക്കുള്ള ഒരു മറുപടി. എത്ര സമയമുണ്ട്? എത്ര സമയമുണ്ടെന്ന് പറയാമോ? ശരി, അത് നിൽക്കട്ടെ. ഏതായാലും നേമത്തെ വോട്ട് വിറ്റ് കാശ് വാങ്ങിച്ചാണ് കോൺഗ്രസുകാരും മുരളീധരനും കുമ്മനം രാജശേഖരനെ തോപ്പിച്ചത് എന്ന് പരസ്യമായി സമ്മതിച്ചതിന് നന്ദിയുണ്ട്. ഒന്ന്. രണ്ട്, നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് ആവർത്തിക്കുന്നു. സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ എങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസില്ല എന്നെങ്കിലും പിണറായിക്കെതിരെ പരസ്യമായി നിലപാടെടുത്തിട്ടുണ്ട്? ഇല്ല. കഴിഞ്ഞ യോഗത്തിലും രാഹുൽ രാഹുൽ ഗാന്ധി വലിയ ആളാണ്, പാർട്ടിയാണ് ഇപ്രാവശ്യം. അതൊക്കെ 15 ലക്ഷം കള്ളത്തരം പറയുമ്പം എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വീഡിയോ എങ്കിലും കാണിക്കുന്നതിനുള്ള ധൈര്യം വേണം. 3. അടുത്ത വിഷയം, 2 കോടി കേജ്രിവാളിന്റെ കാര്യം പറയുമ്പം അരവിന്ദ് കേജ്രിവാള് സോണിയാഗാന്ധിക്കും രാഹുലിനും അതുപോലെ റോബർട്ട് വധേരയ്ക്കും എതിരെ നടത്തിയ ആരോപണങ്ങളും തിരിച്ച് അരവിന്ദ് കേജ്രിവാളിനെതിരെ ഡൽഹിയിലെ കോൺഗ്രസുകാര് നടത്തിയ ആരോപണങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഭയപ്പെടണ്ട, വേണ്ട സമയത്ത് എല്ലാം പുറത്തു വരും. പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് അതിൻ്റെതായ സമയം വേണ്ടി വരും, അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടി വരും. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് പിണറായിക്കെതിരെ അല്പം നടപടിയെടുക്കുന്നതിന് താമസമുണ്ടെന്നും കേജ്രിവാളിനെതിരെ നടപടിയെടുക്കുന്നത് വേഗമാണെന്നും പറയുന്നതിനുള്ള ഒറ്റ ഉത്തരം അതെന്താണെന്ന് പറഞ്ഞാൽ, ഭാരതത്തിൽ അഴിമതികളുടെ പ്രശ്നത്തിനപ്പുറം വൈദേശിക ബന്ധങ്ങളുടെയും കൂടെ പേരിന് ഭാരതത്തിന് അപകടകാരിയായി മാറുന്ന ഒരു വ്യക്തിയാണ് കേജ്രിവാൾ എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേജ്രിവാളിനെതിരെ ആക്ഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ജാർഖണ്ഡില് അദ്ദേഹം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ ഒരു ലോകരാജ്യം ഇടപെട്ടിട്ടില്ല. കേജ്രിവാളിന് വേണ്ടി അമേരിക്ക ഇടപെടുന്നു, കേജ്രിവാളിന് വേണ്ടി ജർമ്മനി ഇടപെടുന്നു. ജോർജ് സൊറോസിന്റെ സ്വാധീനത്തിലുള്ള ജോർജ് സൊറോസ് എന്ന മൾട്ടി ടില്ലറുടെ സ്വാധീനത്തിലുള്ള സകല രാഷ്ട്രങ്ങളും കേജ്രിവാളിന് ഇടപെടുമ്പം തന്നെ നമുക്ക് റിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കാം, കേജ്രിവാള് സാമ്പത്തിക കുറ്റത്തിനപ്പുറം രാജ്യദ്രോഹ പക്ഷത്തിന്റെ ഇടത് മാർക്സിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദികള് അതുപോലെ പാശ്ചാത്യ ശക്തികള് ഇവർക്കെതിരെയുള്ള മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിണിയാളാണ് ഈ കേജ്രിവാള്. അതുകൊണ്ട് കേജ്രിവാളിനുള്ള ആക്ഷൻ ശ്രീ കെ വി രാജശേഖരൻ ക്ഷമിക്കണം, ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഇനി ഒരുപക്ഷെ പിണറായിയെ പിടിക്കുമ്പോൾ ചൈന ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ED ഒരു വശത്ത് നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കരുവന്നൂർ അവരൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു
ആ കേസ് എങ്ങനെ പോകും, എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പൈസ കുളപ്പാടം ചോദിച്ചൊരു ചോദ്യം അവശേഷിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പോ പിൻപോ അതെന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ട്. കാരണം അത്രത്തോളം അഴിമതിയും മറ്റു കാര്യങ്ങളും കെടുകാര്യസ്ഥതയും എല്ലാം മുങ്ങി നിൽക്കുന്ന ഒരു അവസരം. പക്ഷെ പ്രതിപക്ഷത്തിന് അല്ല, ആഗോളം ആയുധം ഇത് ഈ ഉണ്ടായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. പറഞ്ഞതിനൊരു ഒരു ചെറിയൊരു ഒരു സെക്കൻഡ്, ആഗോള സംഘടനകളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും വിദേശ രാജ്യങ്ങളുടെയും വിലയിരുത്തലിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത്. 2 സീറ്റിന് വേണ്ടി എന്തിനാണ് കോൺഗ്രസ് പിണറായിയെ കൂടെ നിർത്തുന്നത്? പിണറായിയെ മാറ്റിയെടുത്തുകൂടെ? 15 സീറ്റ് നൽകുന്ന കേരളത്തിന് കോൺഗ്രസ് നേതൃത്വത്തോടെ അത് അവകാശം ആവശ്യപ്പെടാൻ വയ്യ. ഞങ്ങൾക്ക് പിണറായിയെ കൂടെ വേണ്ട. ഏതായാലും നമ്മുടെ ചർച്ച അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ണൂരില് ED ഇപ്പോൾ ഒരു തുടക്കം വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അനവധി വിഷയങ്ങളുമായി തന്നെ അതിന്റെ അന്വേഷണം മുൻപോട്ട് പോകും. അതുകൊണ്ട് തന്നെ അനവധി ചർച്ചകൾക്കും ഒരുപാട് സ്കോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ ചർച്ച കുറവ് മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് ഫൈസൽ കുളപ്പാടം, BJP സഹയാത്രികൻ ശരത്ത്, രാഷ്ട്രീയ നിരീക്ഷൻ KV രാജശേഖരൻ, എല്ലാവർക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ഈ മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നന്ദി.